രമേശ് പിഷാരടി ഇല്ലാത്ത ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഇപ്പോൾ വളരെ ചുരുക്കമാണ്. പിഷാരടി ചേട്ടൻ എന്ന് പറയുന്നതിൽ രമേശ് പിഷാരടി എന്ന് പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ജനകീയനായ ഒരു ആക്ടർ കം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു വേദികളെ ത്രസിപ്പിക്കുന്ന മനുഷ്യൻ. നിങ്ങൾക്ക് ലിറ്ററേച്ചറുമായിട്ടുള്ള ഒരു ബന്ധം, സ്നേഹം എന്താണ്? ലിറ്ററേച്ചർ അങ്ങനെ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമല്ല. ലിറ്ററേച്ചർ ഇപ്പം നിങ്ങൾ എന്നെ ഇതിൽ കാണുന്നു, അല്ലെ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു എന്ന് പറഞ്ഞ പോലെ ലിറ്ററേച്ചറിന് എവിടെ വേണമെങ്കിലും ചെന്ന് കയറാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ളൊരു സാധനമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതങ്ങനെ ഒരു സ്ഥലത്തുള്ളതല്ല. അപ്പം നമ്മളതുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരനായാലുള്ള സംസാരത്തിലോ എഴുതലോ കൊണ്ടുവരാം. അത് ഒരു ഡോക്ടർക്കായിക്കോട്ടെ, ഒരു എൻജിനീയർക്കായിക്കോട്ടെ, നമ്മളൊരു സംസാരിച്ച് തുടങ്ങുന്ന അക്ഷരങ്ങളെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്ന കാലം തൊട്ട് ലിറ്ററേച്ചർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. നമ്മളത് എങ്ങനെ പ്രയോഗിക്കുന്നു, ആവശ്യക്കാരൻ അത് തൊഴിലാക്കുന്നു, അല്ലാത്തവനില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. അപ്പം എനിക്ക് വളരെ ചെറിയ കാലം തൊട്ട് തന്നെ ഈ ഫിക്ഷനും നോൺ ഫിക്ഷനും ഭാഷയുടെ പ്രയോഗങ്ങളും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. അത് വായിക്കുമായിരുന്നു. അത് പിന്നീട് ഒരു ശീലമായി മാറി. അതാണ് എൻ്റെ ബന്ധം തോന്നുന്നു. രമേശ് പിഷാരടിയുടെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾക്കിടയിൽ വരുന്ന ക്യാപ്ഷൻസ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ കിട്ടും. ഞാൻ അതിനുവേണ്ടി ഒരു വലിയ ശ്രമം നടത്താറില്ല. പെട്ടെന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അത് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരുത്തും പറഞ്ഞു, ചേട്ടാ ഇന്നത്തെ ക്യാപ്ഷൻ അത്ര ഏറ്റില്ല എന്ന് പറഞ്ഞു. ഇതിനും റിവ്യൂ തുടങ്ങി. അത് ബാധ്യതയായി. എനിക്ക് ബാധ്യതയില്ല, അവർക്ക് റിവ്യൂ എടുക്കണ്ട. അപ്പോൾ ഞാനത് കുറച്ചു. അത് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നും ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ഭാഷയുടെ ഒരു പ്രയോഗം എന്ന് പറയുന്നത്, ഞാൻ തന്നെ പണ്ട് തൊട്ട് പാട്ട് കേൾക്കുമ്പോഴാണേലും ട്യൂണിനോടൊപ്പമോ അതിനേക്കാൾ പ്രസക്തമായിട്ട് വരികൾ ശ്രദ്ധിക്കുക. വരിക്കിടയിൽ നമുക്കറിയാത്തൊരു വാക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു വായിക്കുന്ന സാധനങ്ങളെല്ലാം ഓർത്തിട്ട്. അപ്പം അതിനോടൊരു കൂടുതൽ സ്നേഹം പുതിയ പുതിയ വാക്കുകൾ പഠിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും ഒക്കെ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. വളരെ തന്ത്രപരമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാൾ കൂടിയായിട്ടാണ് പലരും താങ്കളെ വിലയിരുത്തുന്നത്. അതായത് നേരെ വരുന്ന ചോദ്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ഒഴിഞ്ഞു പോകാൻ അറിയാം. വളരെ ഒഴിഞ്ഞു പോകേണ്ട ചോദ്യങ്ങൾ മാത്രമേ ഒഴിഞ്ഞു പോകാറുള്ളൂ. അതെന്താണെന്നറിയാമോ? ഈ മാധ്യമപ്രവർത്തനത്തിന് നമ്മൾ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ പലരും ജേർണലിസം പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അല്ലാതെ ഒരു മാധ്യമപ്രവർത്തകനാകാനുള്ള ലൈസൻസ് ഒരു മൊബൈൽ ഫോണും ക്യാമറയുമാണ് എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ചില ചോദ്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് സമയം കളഞ്ഞൊരു ഉത്തരമോ ഒരു വിശദീകരണമോ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണ്. അതൊരു ഗൗരവമുള്ള ചോദ്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറ്റുന്നൊരു ഉത്തരം പറയേണ്ടതാണ്. ഇപ്പോൾ താങ്കൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലതിനോടൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രതികരിക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കലാകാരൻ നിലയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്താണ് പലതിനോടും പ്രതികരിക്കാതിരുന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അത്? നമ്മൾ പ്രതിപ്രവർത്തനം ചെയ്യുന്ന പോലെയല്ല ഒരു പ്രതികരണം. ഞാൻ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യത്തോട് പ്രതികരിക്കുക വഴി അത് ഒരു സാമൂഹ്യ മാധ്യമത്തിലെ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഇവർ ഈ പ്രതികരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല എന്ന് പറയുമല്ലോ ചിലർ. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് വേറെ രണ്ടുപേർക്ക് തർക്കിക്കാനുള്ള സ്ഥലമാകും. എല്ലാം ഒരേ പരിപാടിയല്ല. അല്ലെങ്കിൽ കുറേ പേര് അനുകൂലിക്കും, കുറേ പേര് പ്രതികൂലിക്കും, അവർ തമ്മിൽ തർക്കമാകും. അപ്പോൾ എൻ്റെ പ്രതികരണത്തിന് ശേഷവും അതിനൊരു തുടർ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കമൻറ്റ് ബോക്സിൽ വന്ന് നല്ല മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ ഇതുമായി ബന്ധപ്പെട്ട് കലഹിക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് പ്രതികരിക്കാത്തത്. എനിക്കൊരു തീരുമാനമില്ലെന്നോ പ്രതികരണമില്ലെന്നോ അതിൻ്റെ അർത്ഥമില്ല. എനിക്കറിയാം എൻ്റെ പ്രതികരണത്തിന് മുമ്പും ശേഷവും റിസൾട്ട് എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ചെയ്യാത്തതാണ്. ഇപ്പോൾ താങ്കൾ പലപ്പോഴും വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോഴായാലും പല സ്കിറ്റുകളൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ കാരണം വളരെ ഭംഗിയായിട്ട് നിർഗളിക്കുന്നതാണ് ഫീൽ ചെയ്തിട്ടുള്ള വാക്കുകൾ രസകരമായിട്ട്. ശരിക്കും രമേശ് പിഷാരടി ഇങ്ങനെ നടക്കുന്നതും പോകുന്നതും ഒക്കെ സമയങ്ങളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ഉള്ളിൽ നടക്കുന്നുണ്ടോ? ഉണ്ട്. അത് പിന്നീട് നമ്മളത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഡ്രൈവിങ് പഠിക്കുന്ന ആദ്യം നിങ്ങൾക്ക് ഒരു കൈ വിടാൻ പേടിയാണ്, എതിരെ ബസ് വരുമ്പോൾ പേടിയാണ്, നിങ്ങളുടെ റോട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങിപ്പോവും, ബാക്കിലൊരു ഹോണടി കിട്ടിയ പേടിയാണ്. പക്ഷേ കുറേ കിലോമീറ്ററുകൾ കഴിയുമ്പം നിങ്ങൾ ബർഗർ തിന്നുകൊണ്ടും ചായ കുടിച്ചുകൊണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടും ഒക്കെ ഒറ്റക്കൈ കൊണ്ടും ഒക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമല്ലോ. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ശീലമാണ്. എന്നാലും എതിരെ എന്തെപ്പോൾ വരുമെന്നും ആര് വട്ടം ചാടുമെന്നും ഒന്നും നമുക്കറിയില്ല. അപ്പം തീരെ പ്രിപ്പയർഡ് അല്ല. നമ്മൾ പ്രിപ്പറേഷൻ എന്ന വാക്കിനേക്കാൾ നമ്മൾ ട്രെയിൻഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിരന്തരമായി അത് ചെയ്യുക വഴി കുറച്ചുകൂടെ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പരിശീലനം ഉണ്ട് എന്ന കാരണം കൊണ്ട് പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോകില്ല. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പലപ്പോഴും നിർത്താനുള്ള സ്ഥലത്തെക്കുറിച്ചാണ്.
ഇത് എവിടെയാണ് ഇത് നിർത്തേണ്ടത്, സ്റ്റേജിൽ കയറിയിട്ട് ഏത് സമയത്തും ഇത് നിർത്താനുള്ളൊരു സ്ഥലം എൻ്റെ കയ്യിൽ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പക്ഷെ അന്ന് ഈ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് കടലാസിൽ എഴുതി വെക്കുന്ന ശീലം ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ? ഓർക്കലാണ്, തുടക്കത്തിലൊക്കെ ഉണ്ട്. എനിക്ക് ഓർക്കുന്നതിന് എളുപ്പമായിട്ട് ഞാൻ കടലാസിൽ എഴുതിയിട്ട് ആ കടലാസിന്റെ ഒരു ഫോട്ടോ മനസ്സിൽ സേവ് ചെയ്യുക മനസ്സിൽ. അപ്പൊ നമുക്ക് അതിങ്ങനെ ഓർക്കാം, ആ പോയിന്റ് ഇന്ന പോയിന്റുകളാണ്. ഒരു പടം നമ്മൾ ഓർക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു 3 പോയിന്റുകൾ എഴുതിയിട്ട് ആ കടലാസിന്റെ ഒരു ഫോട്ടോ മനസ്സിൽ വെച്ചാൽ എനിക്ക് അതിന്റെ ലിങ്ക് കിട്ടും. ആദ്യത്തെ വാക്ക് ഇതായിരുന്നു, രണ്ടാമത്തെ വാക്ക് ഇതാണ്, മൂന്നാമത്തെ വാക്ക് ഇതാണ്. ആ വാക്ക് മതി അതിനൊരു ഖണ്ഡികയാക്കാൻ പറ്റും. ഇപ്പോൾ SSLC എക്സാം, പബ്ലിക് എക്സാംസ് ഒക്കെ വരാൻ പോവാണ്. രമേശ് പിഷാരടി എന്ന സ്റ്റുഡൻറ്റിന് പഠിക്കുന്ന കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഈസി ആയിട്ട് വഴങ്ങുന്ന ഒരു വിഷയം ഏതായിരുന്നു? മലയാളവും ഹിന്ദിയും. ഇതേപോലെ തന്നെ ഇപ്പം സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ അല്ല, അതിൽ പലതും ഫിക്ഷൻസ് ആയിരുന്നു. മലയാളം എന്താണ് നമ്മൾ പഠിക്കുന്നത്? കവിത പഠിക്കും, കഥ പഠിക്കും, അല്ലേ? ഹിന്ദിക്കും കുറേയൊക്കെ അങ്ങനെയായിരുന്നു. ഈ മലയാളത്തിന് പോലും ഇംഗ്ലീഷിന് അത്ര പോലും വ്യാകരണം സത്യത്തിൽ നമ്മുടെ ഭാഷയിൽ അങ്ങനെ നമുക്ക് പഠിക്കേണ്ട. വ്യാകരണം, വിഭക്തിയോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ പഠിച്ചാൽ നമ്മുടെ കാര്യങ്ങളായി. ഇംഗ്ലീഷിന് അത്രയും വ്യാകരണ പ്രശ്നങ്ങൾ നമുക്ക് വരില്ലായിരുന്നു. അപ്പോൾ മലയാളവും ഹിന്ദിയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അതിൽ കുറേ കഥകൾ, ഫിക്ഷൻസ് ഉണ്ടായിരുന്നു. കണക്കിന്റെ കാര്യത്തിൽ രമേശ് പിഷാരടി കണക്കായിരുന്നു? കണക്ക് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. കണക്ക് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. ഞാൻ കണക്ക് വഴി ഇങ്ങനെ കണ്ടുപിടിച്ച് ഉത്തരത്തിലോട്ട് എത്തുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരിച്ചിരി താല്പര്യമില്ലായിരുന്നു. അതായിരിക്കും ചിലപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കണക്ക് ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറ്റുമായിരിക്കും. ഇത് വേറൊരു തരം കണക്കാണ്. നമ്മുടെ എഴുത്തിനും നമ്മുടെ പറച്ചിലിനും ഒക്കെ ഒരു കണക്കുണ്ട്. ഇപ്പൊ തുടങ്ങണം, ഇപ്പൊ നിർത്തണം, ഇന്നത് പറയണം, ഇത്ര മണിക്ക് എത്തണം എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ഒരു കണക്കുണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്ന കണക്ക് എനിക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള സ്ഥലമായിരുന്നു. ഇനിയിപ്പം ഒരു അടുത്ത ചലച്ചിത്ര സംവിധായകൻ എന്ന രീതിക്ക് ആ തൊപ്പി സാധ്യതയുണ്ടോ? ആ തൊപ്പി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് എടുത്തിട്ടാൽ മതി. അതിൻ്റെ ഒരു സമയവും സന്ദർഭവും ആകണം എനിക്ക്. ഞാൻ വേറൊരു ബസ്സിൽ കയറി കുറേ ദൂരം യാത്ര ചെയ്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്തപ്പം അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നു, രണ്ടാമത് വന്നു, അത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. അപ്പം ഞാൻ പിന്നണിയിൽ പോയി നിൽക്കാവുന്ന സാമ്പത്തിക ചുറ്റുപാടല്ല ബാധ്യതയല്ല എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ഈ എൻ്റെ പരിപാടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതെ ഒരു 6 മാസം അങ്ങ് ലീവ് എടുത്തൊരു സിനിമ ചെയ്യാൻ നിൽക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിനിമ ഒരു ലോട്ടറി ആണല്ലോ. ഞാൻ പണിക്ക് പോകാണ്ട് ഒരു ലോട്ടറി എടുത്ത് കയ്യിൽ വെച്ചിട്ട് അടുത്ത മാസം ഇതിൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അറിയില്ല ഇത് അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ. വലിയ വലിയ സിനിമാക്കാർക്ക് ഒരു സിനിമ ഷുവറായിട്ട് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല, അത് കയ്യിൽ പോകും. അപ്പോൾ ആ ഭയമുള്ളത് കൊണ്ട് എനിക്കൊരു 5 വർഷം മറ്റു പരിപാടികൾ ചെയ്യേണ്ടി വന്നതാണ്. സിനിമ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, സമയം സന്ദർഭം ഒത്തു വന്നാൽ ചെയ്യും. പുതിയ ആളുകളൊക്കെ വന്നിട്ട് രമേശ് പിഷാരടി എന്ന സംവിധായകനോട് കഥ പറയുന്നുണ്ടോ? പുതിയ യങ് ജനറേഷനിൽ ആരെങ്കിലും വന്നങ്ങനെ കഥയൊക്കെ കേൾക്കാനിരുന്ന് കൊടുക്കാറുണ്ടോ? കഥയൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ അത് യങ് ജനറേഷനിൽ നിന്നാണോ വന്നവരുടെ ജനറേഷൻ ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. പലതരത്തിൽപ്പെട്ട ആൾക്കാർ കഥയൊക്കെ കേൾക്കും. ഞാൻ ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, ചിലപ്പം കേൾക്കും. ചിലത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ശേഷം പോകും. പിന്നെ ഒരുപാടായില്ല. എന്താ പ്രശ്നം എന്നറിയോ? മനുഷ്യരുടെ കഥയാണല്ലോ എല്ലാം. അപ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു സാമ്യത വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ കഥയാണല്ലോ ഇവൻ ചെയ്തതെന്ന് ഇവന് തോന്നാം. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല. നമുക്കറിയില്ല ഇത്. എൻ്റെ കടയിലും ചായ കുടിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സിനിമ ചില സാധനങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ സൗഹൃദമുള്ള അതുപോലെ റെഫറൻസ് വരുന്ന അവരോട് ഞാൻ ആദ്യം പറയും, തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ 3 വിഷയം ഞാനിപ്പോഴും ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഇതുമായി നിങ്ങളുടെ കഥയ്ക്ക് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയരുത്, ഇതാണിതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, കേൾക്കുന്നത്. താങ്ക് യു. തിരിച്ചും നിങ്ങളുടെ ഇന്റർവ്യൂ മഹാമഹങ്ങൾ ഗംഭീരമാകട്ടെ.